ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോയ്സി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മഴയൊക്കെ അല്ലേ, അപ്പോൾ നമുക്ക് 4 മണിക്കൊരു കുഞ്ഞ് ചായയുടെ കൂടെ ഒരു കടിയായാലോ. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ കടയിലേക്ക് ഓടുണ്ടല്ലോ, അപ്പോൾ നമുക്ക് ഇന്ന് ഈ തട്ടുകടയിലൊക്കെ കിട്ടുന്ന സൈസ് നല്ല മൊരിഞ്ഞ് ഉള്ളിവട ഉണ്ടാക്കിയാലോ. നമ്മുടെ സവോള വട എന്നൊക്കെ പറയും നമ്മൾ ഈ തട്ടുകടയിൽ നിന്നൊക്കെ മേടിക്കുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണ് നല്ല അടിപൊളി നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ ഉള്ളിവട ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് 4 മണിക്കത്തെ കാപ്പിക്ക് ഒരു ഉള്ളിവട ഉണ്ടാക്കാം. ഉള്ളിവട എന്ന് പറഞ്ഞാൽ നമ്മുടെ സവോള വടയില്ലേ, നമ്മൾ ഈ തട്ടുകടകളിലൊക്കെ കിട്ടുന്ന സൈസ്. ഉള്ളിവട എന്ന് പറയുമ്പോൾ വേറെ മൈദയൊക്കെ കൂടുതലിട്ട് കുഴച്ച് പുളിപ്പിച്ച് വെക്കുന്ന ആ ഒരു ഉള്ളിവടയല്ല. ഇത് നമ്മുടെ ഈ സവോള വടയില്ലേ, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും നമുക്ക് തട്ടുകടയിലൊക്കെ കിട്ടുന്ന സൈസ്. ഇത് ഞാൻ 4 സവോള അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിന് വേണ്ടുന്ന സാധനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തേക്ക് ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. പിന്നെ ഒരു പച്ചമുളക്, ഇതേ ഞാൻ ഒരു പച്ചമുളക് കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തു. ഒരു കഷ്ണം ഇഞ്ചി ഇതേ കുഞ്ഞായിട്ട് അരിഞ്ഞത്, പൊടിയായിട്ട് അരിഞ്ഞത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനിയിപ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഒരു ശകലം കാശ്മീരി മുളക് പൊടിയും കൂടെ ഉപ്പ് നമുക്ക് ഇട്ടിട്ട് ലാസ്റ്റ് നോക്കിയിട്ടിടാം. ഈ സവോളയ്ക്കൊക്കെ ആകുമ്പോൾ ഉപ്പ് കൂടിപ്പോയെങ്കിൽ പിന്നെ അത് കുറയ്ക്കാൻ പാടില്ല. ഇനി നമുക്കൊരു 1/2 സ്പൂണ് കാശ്മീരി മുളക് പൊടിയും കൂടെ ഒന്നിട്ട് കൊടുക്കാം. വേണമെന്നൊന്നുമില്ല, തികച്ചും ഓപ്ഷനിലാണ്, ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രം. എന്നിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് ഞെരടി ഇതിനകത്തെ ആ വെള്ളത്തിനകത്ത് തന്നെ വെച്ച് നമ്മുടെ ഗ്ലാസ്സിലേക്ക് ആണ്ട് കുഴപ്പമില്ല, ചാടി പോകുന്നുണ്ട്. നല്ലപോലെ ഇത് ഞെരടി എല്ലായിടത്തും ആ ഇഞ്ചിയും ഉപ്പും കറിവേപ്പിലയുടെയൊക്കെ ടേസ്റ്റെല്ലാം നല്ലപോലെ പിടിച്ച് നമ്മൾ നല്ലപോലെ ഈ നമ്മുടെ എന്താ പറയുന്നത് സള്ളാസിനൊക്കെ ഞെരടുകയില്ല, അതിനേക്കാളും നന്നായിട്ട് നല്ലപോലെ ഞെരടണം. ഇത് ഞാനൊരു 4 സവോള എടുത്തിട്ടുണ്ട്. 4 സവോള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മീഡിയം സൈസ് 4 സവോളയാണ് എടുത്തിരിക്കുന്നത്. ഒത്തിരി വലുതുമല്ല ഒത്തിരി ചെറുതുമല്ല, ഒരു മീഡിയം സൈസ്. ഇപ്പോഴത്തേക്ക് സവോളയുടെ വലിപ്പം അറിയാമല്ലോ, ആ ഒരു രീതിക്കുള്ള ഒരു 4 സവോളയാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നല്ലപോലെ നമ്മൾ ഞെരടി എടുത്തു. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ട പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു 2 സ്പൂണ് മൈദ ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ മൈദ ഇല്ലെങ്കിൽ ആട്ടപ്പൊടി ആണെങ്കിലും കുഴപ്പമില്ല. പിന്നെ വേണ്ടത് 2 സ്പൂണ് കടലമാവ്. അപ്പം ഈ കടലമാവും ഈ നമ്മുടെ മൈദയും കൂടെ ഇട്ട് നല്ലപോലെ, ഇതിനകത്ത് വെള്ളം ഒന്നും ഒഴിക്കണം, നമ്മുടെ ഈ സവോളയുടെ വെള്ളം തന്നെ ഉണ്ട് നമുക്ക് ഇതിനകത്ത് ആവശ്യത്തിനുള്ളത്, ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇട്ടത് ചെറിയ പാത്രമായിപ്പോയി, ഞാൻ മുഴുത്ത പാത്രത്തിലേക്കൊന്ന് ഇട്ടെടുക്കട്ടെ. അപ്പം ഞാൻ മുഴുത്ത പാത്രത്തിലേക്ക് ഇട്ടപ്പോൾ നമുക്ക് മുഴുത്ത പാത്രത്തിലേക്കാണ് നമുക്കൊന്ന് കുഴച്ചെടുക്കാനൊക്കെ ആയിട്ട് നല്ലപോലെ എളുപ്പമുണ്ട്. അതുകൊണ്ട് അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ തുള്ളി പോലും വെള്ളം ഒഴിച്ചിട്ടില്ല. ഇനിയിപ്പോൾ നമുക്കിത് ഉപ്പൊന്ന് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഇച്ചിരി ഉപ്പിട്ട് എടുക്കാം. ഉപ്പ് വേണ്ട, ഉപ്പ് കറക്റ്റായിട്ടുണ്ട്. നമുക്കൊന്നുകൂടെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാവേ. അപ്പോൾ ഇതെങ്ങനെ നല്ലപോലെ നമ്മുടെ ഉള്ളിവടയ്ക്കുള്ള ഉള്ളി റെഡിയായിട്ട് വെച്ചിട്ടുണ്ട്. ഈ ഒരു ആ സവോളയുടെ തന്നെ വെള്ളമല്ല, നമ്മൾ വേറെ വെള്ളമൊന്നും ഇതിനകത്ത് ഒഴിച്ചൊന്നും അല്ല കുഴച്ചെടുത്തേക്കുന്നത്. സവോള നന്നായിട്ട് ഞെരടി അതിനകത്ത് ആ വെള്ളത്തിനകത്താണ് നമ്മുടെ മൈദയും കടലമാവും ഇട്ട് നല്ലപോലെ ഇളക്കിയെടുത്തേക്കുന്നത്. ഇപ്പോൾ മുളക് പൊടി വേണ്ടിയവർക്ക് മുളക് പൊടി ഇട്ടാൽ മതി, ഇല്ലാത്തവർക്ക് ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്കൊരു ഇച്ചിരി എരിവൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. അതുകൊണ്ട് ഇനി നമുക്കിതൊന്ന് വറുത്ത് കോരിയെടുക്കാവേ. അപ്പോൾ ഇതേ നമ്മളങ്ങനെ നമ്മുടെ പാൻ ചൂടായി നമ്മളതിനകത്തേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുവാണ്. ഞാൻ നമ്മുടെ ഗോൾഡ് വിന്നറിൻ്റെ എണ്ണയാട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്കകത്ത് വേണ്ടിയവർക്ക് വെളിച്ചെണ്ണയ്ക്കകത്ത് ഉണ്ടാക്കിയെടുക്കാം. അതൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിന്. എണ്ണ നല്ലപോലെ ഒന്ന് ചൂടാകട്ടെ. എണ്ണ ചൂടാകാതെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ മാവും സവോള എല്ലാം വേറെ വിട്ടു പോകുവേ. അപ്പോൾ ഇത് അങ്ങനെ നമ്മുടെ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒത്തിരി വലിയ ഉരുളയൊന്നും ആക്കണ്ട, നമുക്കൊരു ഇത്രച്ച ഓരോ ഉരുളയാക്കി ഇത് ജസ്റ്റ് ഒന്ന് കയ്യെ വെച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് നമുക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഒത്തിരി ഇതായി കഴിഞ്ഞാൽ അത് വേകുകയില്ല, അകവും വേകുകയില്ല, നല്ല ഇതുവാകാതിരിക്കും. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്ത് ഇങ്ങനെ കയ്യെ വെച്ചൊന്ന് പരത്തി ഏകദേശം ഒരു ഇതുണ്ടോ ഇതുപോലത്തെ ഓരോ വടയായിട്ട് ഇതിങ്ങനെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ എണ്ണയ്ക്കകത്തേക്ക് ഇട്ട് കൊടുക്കാതെ ഉണ്ടോ.
തീ ലോ ഫ്ലെയിമിൽ നല്ലപോലെ ചൂടായിട്ട് പിന്നെ അത് തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഒരു സൈഡ് വേവും വേറെ സൈഡ് വേകുകയില്ല, അങ്ങനെ വരും. ബാക്കിയുള്ളത് നമുക്ക് അതുപോലെ തന്നെ പരത്തി നമുക്കിട്ട് കൊടുക്കാവേ. ഇതിനകത്തൊരു 4 എണ്ണം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് അങ്ങനെ നമ്മുടെ വടകളെല്ലാം ഇത് നല്ലപോലെ ഇത് മൂത്തിട്ടുണ്ട്. നമുക്കിത് ഇതുണ്ട്, നല്ലപോലെ ആയിട്ട് നമുക്കിത് കോരിയെടുക്കാവേ. നമുക്ക് മൊത്തം 9 എണ്ണമാണ് കിട്ടിയത്. നമ്മൾ 4 ചെറിയ മീഡിയം സൈസ് സവോളയ്ക്ക് നമുക്ക് 9 എണ്ണം കേട്ടോ നമ്മൾ ഉണ്ടാക്കിയത്. ബാക്കി നമുക്കിനി അതുപോലെ തന്നെ പരത്തി ഇട്ട് കൊടുക്കും. അപ്പോൾ ഇതിങ്ങനെ നമ്മുടെ അടുത്ത ട്രിപ്പുള്ള നമ്മുടെ സവോള വടയും നമ്മുടെ ഉള്ളി വടയും ഇത് റെഡി ആയിട്ടുണ്ട്. അത് നമുക്കിങ്ങനെ എടുത്തൊരു പാത്രത്തിലേക്ക് ഇടാതെ. അപ്പോൾ ഇത് അങ്ങനെ നമ്മുടെ നിമിഷ നേരം കൊണ്ട് നമ്മുടെ നല്ല അടിപൊളി സവോള വട റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, ഭയങ്കര ചൂടാണ്. ഇതുണ്ട്, നല്ല അടിപൊളിയായിട്ടുള്ള സവോള വട റെഡിയായി. സൂപ്പർ ടേസ്റ്റുള്ള അടിപൊളി ടേസ്റ്റായിട്ടുള്ള ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിള്ളേർക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ, താങ്ക് യു.